ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലെത്തുന്നു നമുക്ക് ഉറപ്പല്ലേ? തങ്ങളാണ് ആദ്യം സ്വർഗത്തിലേക്ക് കടക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പല്ലേ? ആ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്താണ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. അതാണ് നമുക്കുള്ള പ്രതീക്ഷ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കല് നിർബന്ധമായ ഒരു കാര്യമാണ്. ഒരാൾ മുഅ്മിനാവണമെങ്കിൽ തന്നെ തങ്ങളോട് മഹബ്ബത്ത് ഉണ്ടാവൽ നിർബന്ധമാണ്. മഹബത്തില്ലെങ്കിൽ അവൻ മുഅ്മിനല്ല. എന്തുകൊണ്ട്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ഉണ്ടാവണമെങ്കിൽ മഹബത്ത് ഉണ്ടാവണം എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചത് കാണാം. അല്ലെങ്കിൽ നമുക്ക് ഒരാൾ അംഗീകരിക്കാൻ കഴിയില്ല. ഒരാളോട് ഇഷ്ടമില്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യം കേൾക്കാൻ നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടാവില്ല. ഒരാളോട് ഇഷ്ടം ഉണ്ടായാൽ അയാൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ നമുക്കൊരു മനസ്സുണ്ടാവും. അപ്പൊ ഇഷ്ടം എന്നത് അദ്ദേഹത്തെ ഇത്തിബാഅ് ചെയ്യാനുള്ള ഒരു സബബാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങളോട് മഹബത്തില്ലാതെ കണ്ട് നമുക്ക് മുഅ്മിനാവാൻ കഴിയൂല. അതിന്റെ പരിപൂർണ അർത്ഥമാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും എന്ന് പറഞ്ഞ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആ ഒരു ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്താ? നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സഹോദരങ്ങള്, നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ കുടുംബക്കാര്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത്, നിങ്ങളുടെ ബിസിനസ്സുകള്, നിങ്ങളുടെ മറ്റു സംരംഭങ്ങള്, ഇതൊക്കെയും ഹബീബായ തങ്ങളെക്കാളും അള്ളാഹുവിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വലിയ അദാബിനെ നിങ്ങൾ പേടിച്ചു കൊള്ളണം. അള്ളാഹുവിങ്കിൽ നിന്നുള്ള വലിയ അദാബിനെ നിങ്ങൾ പേടിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉന്നതമാവേണ്ടത് അള്ളാഹുവും റസൂലും. ഇത് കഴിഞ്ഞിട്ടേ ബിസിനസ് ഉള്ളൂ, ഇത് കഴിഞ്ഞിട്ടേ കുടുംബമുള്ളൂ, ഇത് കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ. അവര് പറഞ്ഞതിന് എതിരായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിനേക്കാളും വലുതുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കലാണ് മഹബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. മറ്റുള്ള എല്ലാവരെക്കാളും ഹബീബായ തങ്ങളോട് നമുക്ക് മഹബത്ത് ഉണ്ടാവണം എന്നതാണ് ഇതിന്റെ ചുരുക്കം. ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, കുറെ വട്ടം ഞാൻ പറഞ്ഞതാ. ഇതിന്റെയൊക്കെ അടങ്ങിയിട്ടുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളതൊക്കെ ചെറുതാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മജ്ലിസ് നമ്മൾ നടത്തുമ്പോ ആ മജ്ലിസ് ആയിരിക്കും നമ്മളെ വീട്ടിൽ നടക്കുന്ന ഒരു മജ്ലിസിനേക്കാളും വലുതായിട്ട് നമ്മൾ കാണാം. ഹബീബായ തങ്ങളുടെ പേരിൽ ഒരു മൗലിദിന്റെ സദസ്സ് നടക്കുന്നുണ്ടെങ്കിൽ ആ മൗലിദിന്റെ സദസ്സ് ഏറ്റവും ഭംഗിയായിരിക്കണം. നമ്മളെ നാട്ടിൽ നമ്മളെ വീട്ടിൽ നടക്കുന്ന കല്യാണത്തിനേക്കാളും മഹത്വം അതിന് കൊടുക്കണം, അതിനേക്കാളും പ്രാമുഖ്യം അതിന് കൊടുക്കണം. അപ്പൊ കല്യാണത്തിന് നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കും, മൗലിദിന് വരുന്നവർക്ക് ആകെ ഒരു അടുത്ത ബിസ്ക്കറ്റും മറ്റൊക്കെ കൊടുത്തു വിട്ടാൽ അതിനുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കണം. അപ്പൊ നല്ല നിലക്ക് റബീഉൽ അവ്വലൊക്കെ വരാൻ പോവുകയാണ്. ഞാൻ അതിന് പിന്നെ സംസാരിക്കാന്ന് വെച്ചിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാത്തത്. റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് 40 ദിവസത്തെ മൗലിദ് നമ്മളെ പള്ളി നടക്കുമ്പോ നെവർമൈൻഡ് ആക്കി വിടാൻ പറ്റൂല. ആ മൗലിദിന് വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുത്തു വിടാന്ന് കരുതാനും പറ്റൂല. അതിലേൽക്കുന്ന ആള് അയാൾക്ക് കഴിയുന്നതിൽ ഏറ്റവും മികച്ചത് കൊടുക്കണം. കടം വാങ്ങിയിട്ടൊന്നും കൊടുക്കണ്ട, അങ്ങനൊന്നും വേണ്ട. നമ്മളെ കൊണ്ട് കഴിയുന്നതിൽ ഏറ്റവും നല്ലത് അങ്ങനെ